ഹായ് ഓൾ, ഞാൻ എടുക്കാൻ പോകുന്നത് പ്രപ്പോസിഷനാണ്. സോ പ്രപ്പോസിഷനിൽ പറയുന്നത് ഫൈ ഒരു G1 G2ലേക്കുള്ള ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസാണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇക്വിവലൻസ് ക്ലാസ്സസ് ഇൻ ദ ഫാക്ടർ സെറ്റ് G1 over phi is well defined and G1 over phi is a group under this multiplication, and the natural projection pi from G1 to G1 over phi defined by pi of x is equal to the equivalent class x is a group homomorphism. So നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത് ഈ ഫാക്ടർ സെറ്റ് G1 over phi അതൊരു വെൽ ഡിഫൈൻഡ്, അതിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇക്വിവലൻറ്റ് ക്ലാസ്സസ് വെൽ ഡിഫൈൻഡ് ആണോ നോക്കുക. എന്നിട്ട് G1 over phi ഒരു ഗ്രൂപ്പാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നേച്ചുറൽ പ്രൊജക്ഷൻ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടു ഷോ ദാറ്റ് ആ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇക്വിവാലൻസ് റിലേഷനാണ് നോക്കുന്നത്. എ ടിൽഡെ ബിയും സി ടിൽഡെ ഡിയും ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദെൻ ഇങ്ങനെയാണെങ്കിൽ എ സി ടിൽഡെ ബി ഡി. അപ്പം എ ടിൽഡെ ബി ആണെങ്കിൽ ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ആൻഡ് സി ടിൽഡെ ഡി ആണെങ്കിൽ ഫൈ ഓഫ് സി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഡി. അങ്ങനെയാണെങ്കിൽ എ സി ടിൽഡെ ബി ഡി എന്നല്ല കിട്ടണ്ടേ, അപ്പോൾ ഫൈ ഓഫ് എ സി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ഡി എന്ന് കിട്ടണം. അപ്പോൾ ഫൈ ഓഫ് എ സി ഈസ് ഈക്വൽ ടു അത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണ് തന്നിട്ടില്ലേ. അപ്പോൾ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് സി, ഫൈ ഓഫ് എ പറഞ്ഞാൽ ഫൈ ഓഫ് ബിയും ഫൈ ഓഫ് സി പറഞ്ഞാൽ ഫൈ ഓഫ് ഡിയും ആണ്. അപ്പോൾ വീണ്ടും അത് ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആയിട്ട് ഉള്ളിലോട്ട് എടുക്കാം. അപ്പോൾ ഫൈ ഓഫ് ബി ഇൻറ്റു ഡി, അപ്പോൾ ഫൈ ഓഫ് എ സി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ഡി എന്ന് കിട്ടി. സോ അതൊരു വെൽ ഡിഫൈൻഡ് ആണ് കിട്ടി. ഇനി ദ ഫാക്ടർ സെറ്റ് G1 over phi ഒരു ഗ്രൂപ്പാണെന്നാണ് കാണിക്കേണ്ടത്. ഗ്രൂപ്പാണെന്ന് കാണിക്കണമെങ്കിൽ ആദ്യം അസോസിയേറ്റീവ് ലോ നോക്കാം. അസോസിയേറ്റീവ് ലോയിൽ ദ ഇക്വിവലൻറ്റ് ക്ലാസ് എ ഇൻറ്റു ദ ഇക്വിവലൻറ്റ് ക്ലാസ് ബി ഇൻറ്റു ഇക്വിവലൻറ്റ് ക്ലാസ് സി ഈസ് ഈക്വൽ ടു, അത് ഞാൻ സിമ്പിളായിട്ട് പേയും ബി സി എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എ ഇൻറ്റു ബി സി ആയി. ഞാൻ ബീനും സീനും ഒന്നിച്ചെടുത്തു. അതിന് വീണ്ടും അത് ഒരു ഇക്വലൻറ്റ് ക്ലാസ് ആക്കി മാറ്റി, എ ഇൻറ്റു ബി സി എന്നാക്കി. അത് എ എന്നിട്ട് ബി സിൻ്റെ ആ ബ്രാക്കറ്റ് എ ബിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എ ബി ഇൻറ്റു സി എന്നായി. ഇതെന്താ, ഇത് ഇക്വലൻറ്റ് ക്ലാസ് എ ബി ഇൻറ്റു ഇക്വലൻറ്റ് ക്ലാസ് സി ആണ്. അത് ഇക്വലൻറ്റ് ക്ലാസ് എ ബി ഇൻറ്റു ഇക്വലൻറ്റ് ക്ലാസ് ബി ഇൻറ്റു ഇക്വലൻസ് ക്ലാസ് സി. സോ അത് അസോസിയേറ്റീവ് ആണ്. ഇനി രണ്ടാമത് നോക്കേണ്ടത് ഐഡൻറ്റിറ്റി ഇതിൽ ഉണ്ടോയെന്നാണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പം നമ്മൾ ഈ ഫാക്ടർ സെറ്റിലുള്ള ഒരു ഇക്വലൻറ്റ് ക്ലാസ് ആണ് ഈ ഇ എന്ന് പറഞ്ഞത്, ഒറ്റ ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. ഇനി ഒരു എ എന്ന് പറഞ്ഞ ഒരു ഇക്വലൻറ്റ് ക്ലാസ് നമുക്ക് അതിലൊരു എലമെൻ്റ് എടുത്താൽ അത് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഇ എ ഇസ് ഈക്വൽ ടു എ. സോ ഈ എ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം എ തന്നെ കിട്ടി, ഇനി റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം എ തന്നെ കിട്ടുന്നുണ്ട്. സോ ആൻഡ് ആ ഇ എന്ന് പറഞ്ഞാൽ ഈക്വലൻറ്റ് ക്ലാസ് ഈ ഫാക്ടർ സെറ്റിൽ ഉണ്ട്. സോ അത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആയി. ഇത് അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇനി ഫൈനലി ഫോർ എൻ ഈക്വലൻറ്റ് ക്ലാസ് എ ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി എ ഇൻവേഴ്സിനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തായി ഇ കിട്ടി, അതിൽ റൈറ്റ് സൈഡിൽ ചെയ്തപ്പം എ ഇൻറ്റു എ ഇൻവേഴ്സും ഇ കിട്ടി. അപ്പോൾ എ ഇൻവേഴ്സ് ആണ് എൻ്റെ ഇൻവേഴ്സ്. സോ ആ ഇൻവേഴ്സ് ആ ഫാക്ടർ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതും ആ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. സോ ഈ ഫാക്ടർ സെറ്റ് G1 over phi എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് ദ നേച്ചുറൽ പ്രൊജക്ഷൻ പൈ ഫ്രം G1 to G1 over phi defined by pi of x is equal to the equivalent class x is a group homomorphism. അപ്പോൾ അത് ഹോമോമോർഫിസം എന്ന് കാണിക്കാൻ വേണ്ടി പൈ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു പൈ ഓഫ് എ ഇൻറ്റു പൈ ഓഫ് ബി എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ പൈ ഓഫ് എ ബി എന്താ, ഇത് നമുക്ക് തന്ന ഫംഗ്ഷൻ അനുസരിച്ച് ദി ഇക്വലൻറ്റ് ക്ലാസ് എ ബി. സോ അതൊരു മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ അത് ഇക്വലൻറ്റ് ക്ലാസ് എ ഇൻറ്റു ഇക്വലൻറ്റ് ക്ലാസ് ബി. അതെന്താ പൈ ഓഫ് എ ഇൻറ്റു പൈ ഓഫ് ബി അല്ലേ. സോ ഇതൊരു ഗ്രൂപ്പ് ഇതൊരു ഹോമോമോർഫിസ് ആണ് പൈ. സോ ഇതാണ് ഈ പ്രൂഫ്.